ഹലോ ഗൈസ്, നമുക്കൊരു കല്യാണത്തിന് പോകാനായിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? ആദ്യം തന്നെ ഒരു ക്രീം അങ്ങോട്ട് പറ്റി കൊടുക്കാം. ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓൾമോസ്റ്റ് തീരാനായി. ഞെക്കിപ്പിഴിഞ്ഞിട്ടാണ് ഞാൻ ക്രീം എടുക്കുന്നത്. കാരണം എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ക്രീം എനിക്ക് മസ്റ്റാണ്. അപ്പോൾ മഴയും കൂടി ആയാൽ പിന്നെ നല്ല ഡ്രൈ ആണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്രീം പറ്റുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓയിൽ ബാലൻസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു പൗഡറൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കണ്ണ് ഞാനങ്ങനെ എപ്പോഴും എഴുതാറില്ല, ഓൾമോസ്റ്റ് ഞാൻ എഴുതാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കല്യാണത്തിന് പോവല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ എഴുതി നല്ലൊരു സുന്ദരക്കുട്ടിയായിട്ടൊക്കെ ഇങ്ങനെ പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ണെഴുതി. അത് അടിഭാഗം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഈ കണ്ണെഴുതലും ലിപ്സ്റ്റിക് ഇടലും ഒന്നും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സംഭവം അല്ല. മുടി അങ്ങനെ കിട്ടും നല്ല ധാരണയുണ്ടോ? ക്യാമറ വെറുതെ ഇങ്ങനെ തെറ്റി വെച്ചേ. ചൊറിയാമ്പുഴു തന്നെ, ഒരു ചൊറിയാമ്പുഴു. ഇന്നലെ കിട്ടിയ പോലെ തന്നെയാണ് കിട്ടാല്ലേ. മുടിയിൽ എനിക്ക് അങ്ങനെ പരീക്ഷണങ്ങളൊന്നും നടത്താനായിട്ട് അറിയില്ല കേട്ടോ. മുടി കെട്ടാനേ അറിയത്തില്ല. ഞാൻ ആകെ കിട്ടുന്ന ഒരു സംഭവം പോണിറ്റെയിൽ കെട്ടുക, പിന്നെ ക്രാബ് വെക്കുക. ഈ 2 ഹെയർ സ്റ്റൈൽ മാത്രമാണ് ഞാൻ വർഷങ്ങളോളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല കെട്ടാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇങ്ങനെ കെട്ടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുടി എടുത്തങ്ങായിട്ട് നമ്മൾ ഷർഫ് പറഞ്ഞ പോലെ നമുക്ക് ആ ചൊറിയം പുഴു അങ്ങോട്ട് ഇടാം. കാരണം നമ്മൾ പണ്ട് ഈ മുടി ഇടുന്നതിന് നമ്മൾ പുഴു എന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഷർഫ് ചൊറിയം പുഴു എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ മുടി കെട്ടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ എൻ്റെ മുടി കെട്ടൽ. എനിക്കങ്ങനെ മുടി കെട്ടാൻ അറിയാൻ പാടില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഷോളൊക്കെ ഇട്ട് ഷോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫുൾ മേക്കപ്പ് റെഡിയാവൽ കഴിഞ്ഞു ഗൈസ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് വാച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ ഓർത്തത്. വാച്ച് എനിക്ക് മസ്റ്റാണ്. അതിപ്പോൾ കല്യാണത്തിനായാലും മരണ വീട്ടിലേക്കായാലും ഹോസ്പിറ്റലിൽ പോയാലും എനിക്ക് വാച്ച് മസ്റ്റാണ്. എന്തോ കെട്ടി ശീലമായി പോയി. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പ്രേ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് അടിക്കാം. ഞാനിപ്പോൾ സോളിഡാണ് അടിച്ചത്. അപ്പോൾ എൻ്റെ റെഡിയാവൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സിമ്പിൾ മേക്കപ്പ് വീഡിയോ. അപ്പോഴത്തേക്കും ഷർഫ് ഒന്നും റെഡി ആയില്ലെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെയും ഷർഫിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ഇടാം കേട്ടോ. ബൈ ബൈ.